നമസ്കാരം. ഓൺലൈനിൽ നിന്ന് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചേ. അപ്പൊ നമുക്കൊന്ന് കണ്ടാലോ? നല്ല അഫോർഡബിൾ പ്രൈസിലും നല്ല ക്വാളിറ്റിയിലും സാധനം കൈ കിട്ടുക കേട്ടോ. അപ്പൊ നമുക്ക് എന്തൊക്കെയാന്ന് കണ്ടാലോ? അപ്പൊ ഒട്ടും സമയം കളയണ്ട, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ അടുക്കളയിലേക്ക് എനിക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനം കേട്ടോ ഞാൻ വാങ്ങിച്ചത്. ഇത് മൈക്രോ ഫൈബറിന്റെ റീയൂസബിൾ ക്ലീനിങ് ക്ലോത്ത് ആണ് കേട്ടോ. ഈ ഒരൊറ്റ റോളിൽ 20 ഷീറ്റ് ഉണ്ട് കേട്ടോ. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, ഡസ്റ്റ് ഒന്നുമില്ല. അഥവാ പെട്ടെന്ന് നനഞ്ഞു പോയാൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഉണക്കിയെടുക്കാൻ പറ്റും. ഇതിന്റെ പല കളർ അവൈലബിൾ ആണ് കേട്ടോ. ഇതിന് 146 രൂപയായേ. അടുത്തത് കിച്ചൺ വോളിലൊക്കെ നമുക്ക് ഒട്ടിക്കാൻ പറ്റുന്ന ക്യൂട്ടായിട്ടുള്ള കുറച്ച് സ്റ്റിക്കർ ആണ് കേട്ടോ. ഇത് പല വീഡിയോസിലും അവരുടെ കിച്ചണിലെ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ട് ഞാൻ നോട്ട് ചെയ്ത സാധനം കേട്ടോ. എല്ലാ പിക്ചറിന് പുറകിലും ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ട്, അപ്പൊ നമുക്ക് ഒട്ടിക്കാൻ എളുപ്പമാണ്. ഒരു പാക്കറ്റിൽ 4 സ്റ്റിക്കർ ആണ് കേട്ടോ ഇതുപോലത്തേത്. അങ്ങനെ 2 പാക്കറ്റാണ് വന്നത്. ഈ 2 പാക്കറ്റിനും കൂടി 139 രൂപയാണ് ആയത്. ഈ ഒരു ഐറ്റം പല സൈറ്റിലും കണ്ടിട്ടുണ്ടാവും അല്ലേ? കുന്തിരിക്കൊക്കെ കത്തിക്കാൻ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡ് ആണ് കേട്ടോ. ഇത് ഗോൾഡ് കളേർഡ് ആയിട്ടുള്ള മെറ്റൽ മെറ്റീരിയൽ ആണ് കേട്ടോ. ഇതിനധികം വെയിറ്റ് ഇല്ല കേട്ടോ. നമുക്ക് കൊണ്ടു നടക്കാനായാലും അത്ര വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല. കാണാനും നല്ല രസമല്ലേ? എനിക്ക് ഇതിന്റെ ഷേപ്പ് കണ്ടപ്പോൾ പണ്ട് നമ്മൾ വായിച്ചിട്ടുള്ള അലാവുദ്ദീനും അത്ഭുത വിളക്കും എന്ന് പറയുന്ന കഥയിലെ ആ വിളക്കിന്റെ ഷേപ്പ് പോലെ തോന്നില്ലേ? കിട്ടിയ സ്ഥിതിക്ക് എന്തായാലും ഒരു കുന്തിരിക്കാൻ പുകച്ച് വീടൊന്ന് പുകയ്ക്കാന്ന് കരുതി. അല്ല, പുകയ്ക്കാന്നല്ല, മണം പരത്താൻ. നല്ല രസമല്ലേ ആ പൂവിന്റെ ഡിസൈനിൽ നിന്ന് പുക വരുന്ന കാണാൻ? ഇതിന്റെ അകത്തെ ഗോൾഡൻ കളറൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ച് മാറാൻ തുടങ്ങും. എന്നാലും എനിക്കിതങ്ങ് ഇഷ്ടപ്പെട്ടു. ഇതിന് 185 രൂപയാണ് ആയത്. ഇത് മാനുവൽ ഡ്രൈ ഫ്രൂട്ട്സ് സ്ലൈസർ കട്ടർ ആണ് കേട്ടോ. കണ്ടാൽ വളരെ കുഞ്ഞാണെങ്കിലും നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് കേട്ടോ. ഇതിലോട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ആയ ആൽമണ്ടോ കാഷ്യൂനട്ടോ ബദാമോ അങ്ങനെ എന്ത് വേണേലും നമുക്ക് ഇട്ട് കൊടുത്തിട്ട് വളരെ നൈസായിട്ട് നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് ബൗളിൽ കാണിച്ചു തരാണേ. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോഴോ കുക്കീസ് ഉണ്ടാക്കുമ്പോഴോ സ്വീറ്റ്സ് ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അതിന് മുകളിലൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ ഇത് വളരെ ഉപകാരപ്പെടും കേട്ടോ. ഇത് ഞാൻ മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചത്. 91 രൂപയായുള്ളൂ. അടുത്തത് വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു സെറാമിക് സോസ് ബൗളാണ് കേട്ടോ. ഇതൊരു ലൈറ്റ് ക്രീം കളറിൽ ഹാർട്ട് ഷേപ്പിലുള്ള ഡിസൈനോട് കൂടിയാണ് കേട്ടോ വരുന്നത്. ഇത് ഒരു പാക്കറ്റിൽ തന്നെ 2 എണ്ണം നമുക്ക് കിട്ടും കേട്ടോ. ഇത് അത്യാവശ്യം വലുപ്പവും നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. ഈ 2 ബൗളിനും കൂടി 181 രൂപയായി. ഇതൊരു ടേബിൾ പ്ലേസ് മാറ്റ് ആണ് കേട്ടോ. നല്ല കളറും ഡിസൈനും അല്ലേ? കാണുന്ന പോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ. എവിടെ ഇട്ടാലും നല്ല എടുത്തങ്ങ് കാണിക്കും. പാത്രമൊക്കെ കഴുകി കഴിഞ്ഞാൽ കൗണ്ടർ ടോപ്പിൽ വെറുതെ വെക്കുന്നതിന് പകരം ഈ മാറ്റിലോട്ട് നമുക്ക് കമത്തി വെച്ചാൽ പെട്ടെന്ന് പാത്രത്തിലുള്ള വെള്ളം ഈ മാറ്റ് അബ്സോർബ് ചെയ്യുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ പാത്രം നമുക്ക് ഉണങ്ങി കിട്ടുകയും ചെയ്യും. ആ കൗണ്ടർ ടോപ്പ് വൃത്തിയായിട്ടും കിടക്കും. ഇതിന് 161 രൂപയാണേ. ഇത് കുറച്ച് വൈറലായിട്ടുള്ള പ്ലേറ്റ് ആണ് കേട്ടോ. ഒരുപാട് വീഡിയോസിൽ ഇതിലോട്ട് പാസ്തയും മാഗിയും ഒക്കെ സെർവ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ പ്ലേറ്റ് ശ്രദ്ധിച്ചത്. നല്ല ഗ്ലോസി ഫിനിഷുള്ള വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു സെറാമിക് പ്ലേറ്റ് ആണ് കേട്ടോ ഇത്. ഇതാ ഇതിന്റെ സൈസ്. അതിനാ ഞാൻ കയ്യിൽ വെച്ച് കാണിക്കുന്നത് കേട്ടോ. നല്ല ഗ്ലോസി ബ്ലൂ കളറിന്റെ കൂടെ സൈഡിൽ ആ വൈറ്റ് കളർ ഡിസൈൻ കൂടെ വന്നപ്പം പ്ലേറ്റ് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഈ 2 പ്ലേറ്റിനും കൂടി 342 രൂപയാണ് ആയത്. അടുത്തത് ഞാൻ മേടിച്ചത് നെസ്റ്റേഷ്യ ബ്രാൻഡിന്റെ ഐറിഷ് കോഫി ഗ്ലാസ് സെറ്റ് ആണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ബ്രാൻഡ് ആട്ടോ നെസ്റ്റേഷ്യ. ഇതിൽ 6 ഗ്ലാസിന്റെ സെറ്റാണ് കേട്ടോ. എനിക്കിതിന്റെ ഷേപ്പാണ് ഒത്തിരി ഇഷ്ടപ്പെട്ടത്. നല്ലൊരു ബേസും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹാൻഡിലും ഇതിനുണ്ട്. അത്യാവശ്യം ചെറിയ വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഗ്ലാസ്സിന്. ഇതുപോലത്തെ 6 ഗ്ലാസ് ആണ് കേട്ടോ ഒരു ബോക്സിലുള്ളത്. ഇതിന്റെ ഒറിജിനൽ പ്രൈസ് 1150 ആണ്. ഓഫർ കഴിഞ്ഞിട്ട് 866 രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയത്. അടുത്തത് ലോണ്ട്രി ഡിറ്റർജന്റ് പൗഡറിന്റെ ഒരു ബോക്സ് ആണ് കേട്ടോ. ഇതിന്റെ കൂടെ തന്നെ ഒരു സ്പൂണും നമുക്ക് കിട്ടുന്നുണ്ട്. പാക്കിംഗ് ഒക്കെ നല്ല സൂപ്പർ ആയിരുന്നു കേട്ടോ. ഒരു പ്രശ്നം പറ്റാതെ സാധനം നമുക്ക് കൈ കിട്ടിയത്. ഈ സ്പൂണും ബോക്സും ഒക്കെ മെറ്റൽ ടൈപ്പ് മെറ്റീരിയൽ ആണ് കേട്ടോ. ഇതാണ് ഇതിന്റെ കൂടെ കിട്ടുന്ന സ്കൂപ്പ്. ഈ സ്പൂണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കിത് ഹാങ് ചെയ്തിടാം. ആ ബ്ലൂ കളറും ബോക്സും ഒക്കെ കാണാനൊന്നും ക്യൂട്ടല്ലേ? കിട്ടിയ സ്ഥിതിക്ക് എന്തായാലും പൗഡറൊക്കെ നമുക്കൊന്ന് ഇട്ട് നോക്കാം അല്ലേ? ഞാനിപ്പോൾ 1 kgയുടെ ഒരു പാക്കറ്റാണ് ഞാൻ ആദ്യം ഇട്ട് നോക്കുന്നത്. നമുക്ക് എത്ര വരെ ഇത് കൊള്ളുന്നൊന്നും അറിയാലോ. ഇത് 2ാമത്തെ പാക്കാണ്. ഞാനിപ്പോൾ 2 kgയുടെ പൗഡർ ഇട്ടേ. ഇനി 1 kgയുടെ പൗഡർ ഇനി ഇടാനുള്ള സ്പേസ് അതിലുണ്ട് കേട്ടോ. അപ്പം മൊത്തം 3 kg പൗഡർ നമുക്ക് ഈ ഒരൊറ്റ ബോക്സിൽ ഇട്ട് വെക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സ്പൂൺ ഇതുപോലെ പുറത്ത് ഹാങ് ചെയ്തിടാൻ പറ്റുന്ന കേട്ടോ. സാധാരണ ഈ ബോക്സിൽ തന്നെ നമ്മൾ സ്പൂൺ ഇട്ട് കഴിയുമ്പോൾ കുറേ ദിവസം കഴിയുമ്പോൾ സ്പൂണിൽ മൊത്തം പൗഡർ ഒട്ടിപ്പിടിച്ചിരിക്കുമായിരുന്നേ. അപ്പം ഇതിന് ഇനി അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല. ഇതിന് 444 രൂപയാണ് കേട്ടോ ആയത്.
ഇത് മിൽട്ടന്റെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ടംബ്ലർ ആണ് കേട്ടോ. 500 ml ആണ് കേട്ടോ ഇതിന്റെ കപ്പാസിറ്റി. ഞാൻ വാങ്ങിച്ചത് യെല്ലോ കളർ ലിഡാണ്. മൊത്തം 4 കളറിൽ നമുക്കിത് അവൈലബിൾ ആണ് കേട്ടോ. മിൽട്ടൺ ബ്രാൻഡിന്റെ ക്വാളിറ്റിയെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, സൂപ്പർ അല്ലേ. നല്ല ട്രാവൽ ഫ്രണ്ട്ലി ആണ് കേട്ടോ. എന്തൊഴിച്ചാലും ഇതിന് പുറത്തോട്ട് പോകത്തില്ല. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കാണിച്ചു തരാം കേട്ടോ. ഞാൻ കുറച്ചധികം വെള്ളം എടുത്തിട്ടുണ്ടേ. നമുക്ക് ഇതൊന്ന് ഷേക്ക് ചെയ്ത് നോക്കാം. വെള്ളം കുറച്ചെങ്കിലും ലീക്ക് ആവുന്നുണ്ടോന്ന് നോക്കാം. ഇനി നമുക്കിതൊന്ന് ഷേക്ക് ചെയ്ത് നോക്കാം. വെള്ളം ഒന്നും പോകുന്നില്ല. ഞാൻ പല രീതിയിൽ ഞാനൊന്ന് ഷേക്ക് ചെയ്ത് നോക്കി, ഒരു തുള്ളി വെള്ളം പോലും പുറത്തു പോകുന്നില്ല. അപ്പോൾ ഇനി ട്രാവലിൽ പോകുമ്പോൾ ധൈര്യമായിട്ട് നമുക്കിത് എടുത്തുകൊണ്ട് പോവാം. വെള്ളം മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും കറി കൊണ്ടുപോകണമെങ്കിൽ അതോ ഷേക്കോ അങ്ങനെ എന്ത് വേണേലും നമുക്ക് ഇതിനകത്ത് ഒഴിച്ച് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. ഒരു തുള്ളി പോലും പുറത്തു പോകത്തില്ല. ഇതിന്റെ MRP 285 രൂപയാണേ. അപ്പോൾ ഇന്നത്തെ അൺബോക്സിങ് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടോ? ഇതിൽ ഏത് പ്രോഡക്റ്റാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയണേ. അപ്പം മറ്റൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.